തദ്ദേശ ചൂടിലാണ് കേരളം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പോളിംഗിലേക്ക് ഇനി 5 നാൾ ദൂരം. അപ്പോഴും പ്രാദേശിക വികസന പ്രശ്നങ്ങളൊന്നും പൊതുചർച്ച അല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അവിഹിത ബന്ധങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള, PM ശ്രീയിലെ മുന്ന അഥവാ ജോൺ ബ്രിട്ടാസ്, ഇതാണ് പ്രധാന ചർച്ച വഴിതിരിച്ചു വിടാൻ മുന്നണികൾപ്പെടുന്ന പാട് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മാധ്യമ പ്രവർത്തകർ UDF നേതാക്കളെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെ കണ്ട ഉടനെ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളുമോ കൊള്ളുമോ എന്നാണ്. ഇത് കേട്ട മാത്രയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന നേതാക്കൾ ഏറെയാണ്. പിന്നെ K മുരളീധരൻ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോകാമെന്ന് മുരളീധരൻ. ഇപ്പം ആർക്ക് എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക? നമുക്ക് എല്ലാവരെയും മനസ്സ് ക്യാമറ വെച്ച് പരിശോധിക്കാൻ പറ്റുമോ? AIക്ക് പോലും കഴിയുന്നില്ല, പിന്നെയാണോ മനുഷ്യന് കഴിയുന്നത്? ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല, പുകഞ്ഞ കൊള്ളി പുറത്ത്, ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോവാം. ഇതാണ് നിലപാട്, തീവ്രത അളക്കാൻ പോകാത്ത നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാക്കൾ ഉൾപ്പെടെ ജയിലഴിക്കുള്ളിൽ പോയതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലെ പ്രധാന വിഷയം. എല്ലാം രാഹുകാലത്തിൽ കുടുങ്ങിക്കിടന്നു. പീഡന പരാതിയുടെ 2ാം വരവ് കോൺഗ്രസിനും UDFനും അപ്രതീക്ഷിത തിരിച്ചടിയായി. സാമൂഹിക മാധ്യമങ്ങളിലടക്കം ശബരിമല സ്വർണ്ണക്കൊള്ള ലൈവാക്കി നിർത്തി പ്രതിരോധിക്കാനുള്ള നീക്കത്തിലാണ് UDF. അതാണ് അമ്പലക്കള്ളന്മാർ കടക്കുപുറത്ത് എന്ന തലക്കെട്ടോടെ UDF നേതാക്കൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയാൻ കാരണം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതിയും അന്വേഷണവും കത്തിച്ചു നിർത്താനാണ് സർക്കാരിൻ്റെയും ഇടതുമുന്നണിയുടെയും ശ്രമം. ക്ഷേമ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച തുക അടക്കമുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തുകൊടുത്തതും തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരും LDFും. 3ാം സർക്കാർ ലക്ഷ്യമിട്ട് LDFും സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലേക്കുള്ള സെമിഫൈനലായി UDFും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. വോട്ട് വിഹിതത്തിൽ വർധന വരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് BJP. ചുരുങ്ങിയത് 25% വോട്ട് വിഹിതം ഉയർത്തണം. അതാണ് അമിത്ഷായുടെ ഭീഷണി. അങ്ങനെ ഉയർത്താൻ നിന്ന് വിയർക്കുകയാണ് BJP. ഇതിനിടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞു BJPയുടെ സ്വന്തം രാജീവ് ചന്ദ്രശേഖർ. അസംബ്ലി ഇലക്ഷൻ മത്സരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ അസംബ്ലി ഇലക്ഷൻ മത്സരിക്കുമെന്ന് പറഞ്ഞു. മണ്ഡലം തീരുമാനിച്ചു. മണ്ഡലം ഞാൻ പറഞ്ഞു നിയമം ആണ് എനിക്ക് ആഗ്രഹം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മണ്ഡലമാണ്. എൻ്റെ തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷൻ്റെ നിയമം മണ്ഡലമാണ് ഏറ്റവും എനിക്ക് വോട്ട് തന്ന ഒരു മണ്ഡലം. അതുകൊണ്ട് നിയമം മണ്ഡലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മണ്ഡലം. ഇതാ വരുന്നു സാക്ഷാൽ V ശിവൻകുട്ടിയുടെ വാക്കുകൾ. നേമത്തെ അക്കൗണ്ട് ഇനി ഒരിക്കലും BJPക്ക് തുറക്കാൻ കഴിയാത്ത തരത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ശിവൻകുട്ടി. നേമത്ത് BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് ഇനി ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ പൂട്ടിയിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ തുറക്കാൻ പ്രയാസമായി. ഇനി കളി വേറെ ലെവലാ. PM ശ്രീയിൽ ഒപ്പുവെക്കുന്നതിന് കേരളത്തിനും കേന്ദ്രത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് ആണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. My dear friend John Brittas, I am very thankful to him. He created the bridge between government of Kerala and government of India. ഇതോടെ ബ്രിട്ടാസിന് നേർക്ക് മുന്ന വിളികളുമായി UDF നേതാക്കൾ. എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തോടാണ് MPയെ ഉപമിക്കുന്നത്. മുൻ MLAമാർ ഉൾപ്പെടെ തദ്ദേശത്തിൽ ഇറക്കിയുള്ള പോരാട്ടത്തിൽ വികസന പ്രശ്നങ്ങളെക്കാൾ നിറഞ്ഞു കത്തുന്നത് രാഷ്ട്രീയ പോർവിളികൾ തന്നെ. പ്രചാരണ വിഷയങ്ങൾ മാറി മറിയുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആവനാഴിയിലെ അവസാന അസ്ത്രവുമിറക്കിയുള്ള തന്ത്രങ്ങളാണ് മുന്നണികളെല്ലാം സ്വീകരിക്കുന്നത്.